ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 101 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. 2 ദിനവൃത്താന്തം 34, 36, അതുപോലെ എസ്ര 1, അപ്പോസ്തല പ്രവർത്തികൾ 12. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദേവാലയം, ബൈബിളിലെ ഒരു അളവ് ഉപകരണം, ബൈബിളിൽ കാണുന്ന ഒരു സസ്യം എന്നിവ ഉൾപ്പെട്ട ഒരു പദം ഏത്? ഇതൊരു വ്യക്തിക്കുള്ള പദവിയാണ്. വ്യക്തി ആര്? പദവി എന്ത്? ഉത്തരം വ്യക്തി ബ്ലസ്തോസ്, പദവി പള്ളിയറക്കാരൻ. അപ്പോസ്തല പ്രവർത്തികൾ 12:20 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ദേവാലയം, പള്ളി, അളവ് ഉപകരണം പറ, സസ്യം പറക്കാര. ഓക്കെ, ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പാഴ്സി രാജാവായ കോരഷിന്റെ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരാണ് ചോദിച്ചിരുന്നത്. ഉത്തരം മിത്രദാത്ത്. എസ്ര 1:8 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവത്തിന്റെ ആലയത്തിലെ ഒരു പ്രമാണിയുടെ പേരും ഒരു ലേവ്യ പ്രഭുവിന്റെ പേരും ഒന്നാണ്, എന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം യെഹിയേൽ എന്നുള്ളതാണ്. 2 ദിനവൃത്താന്തം 35:8, 9 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: യേശു മറിയയോടും ഭൂതഗ്രസ്തൻ യേശുവിനോടും ചോദിച്ച ഒരു ചോദ്യം. പഴയ നിയമ പാഠഭാഗത്ത് ഒരു രാജാവ് മറ്റൊരു രാജാവിന്റെ അടുക്കൽ ദൂതവാഹികളെ അയച്ച് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം എന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം എനിക്കും നിനക്കും തമ്മിൽ എന്ത്? 2 ദിനവൃത്താന്തം 35:20, 21 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതല്ലാതെ സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. മത്തായി 8:28, 29, യോഹന്നാൻ 2:4 ഇതിലൊക്കെ ഇത് പറയുന്നുണ്ട് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ന്യായപ്രമാണം പഠിച്ച അധ്യാപകർക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത്? ഉത്തരം ഉപാധ്യായന്മാർ. 2 ദിനവൃത്താന്തം 35:3 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ടിംഗ് റെഫറൻസ് വേണ്ട, കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് മാത്രം നിങ്ങൾ അയച്ചാൽ മതി. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അയക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു എസ്ര 2 മുതൽ 5 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം. അപ്പോൾ ഈ പോർഷനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.